ഹായ് എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയുടെ നീളം കുറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി എന്താണെന്ന് മനസ്സിലാക്കുക. ഇതിന് നോർമലായിട്ട് എത്ര നീളം ഉണ്ടാകണം, നോർമലി ഇതിൻ്റെ നീളം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ പൊക്കിൾ കൊടിയുടെ നീളം കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് എന്താണ് പൊക്കിൾ കൊടി എന്ന് നോക്കാം. സാധാരണയായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്യൂബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്, അതായത് ഏകദേശം ഒരു വള്ളി പോലെ. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ലഭിക്കുന്നതും ഓക്സിജൻ ലഭിക്കുന്നതും എല്ലാം ഈ ഒരു പൊക്കിൾ കൊടി വഴിയാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഉള്ളിലെ വേസ്റ്റ് പ്രോഡക്റ്റിനെ തിരിച്ച് അമ്മയിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു പൊക്കിൾ കൊടി വഴിയാണ്. അതായത് കുഞ്ഞിനെയും അമ്മയെയും ബന്ധിപ്പിക്കുന്ന ഒരു വള്ളിയാണ് പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. ഇത് കുഞ്ഞിൻ്റെ ലൈഫ് ലൈനാണ്. പൊക്കിൾ കൊടി വഴിയാണ് അമ്മയിൽ നിന്നും കുഞ്ഞിന് എല്ലാ തരത്തിലുള്ള പോഷകങ്ങൾ കിട്ടുന്നതും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യുന്നതും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്നതും എല്ലാം അമ്മയുമായി അറ്റാച്ച് ആയിരിക്കുന്ന ഈ ഒരു പൊക്കിൾ കൊടി വഴിയാണ്. ഈ പൊക്കിൾ കൊടിക്ക് ഉള്ളിൽ ധമനികളും വെയിൻസുമാണ് ഉള്ളത്. ഈ ധമനികൾ വഴിയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നതും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതും. വെയിൻസ് വഴിയാണ് കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകൾ അമ്മയിലേക്ക് എത്തിക്കുന്നത്, അതായത് പ്ലാസൻ്റയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് അമ്മ വഴി ഫിൽട്ടർ ചെയ്യുകയും വേസ്റ്റ് അമ്മ ഔട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സാധാരണയായി പൊക്കിൾ കൊടിക്കുള്ളിൽ 2 ധമനികളും 1 വെയിൻസുമാണ് ഉള്ളത്. ഇത് നോർമലാണ്. ഇനി പൊക്കിൾ കൊടിയുടെ നീളത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് 50 മുതൽ 60 സെൻറ്റിമീറ്റർ വരെയാണ് കാണപ്പെടുന്നത്. എന്നാൽ എല്ലാ കുഞ്ഞുങ്ങളിലും ഇത്ര തന്നെ ഉണ്ടാകണമെന്നില്ല. ചില കുഞ്ഞുങ്ങളിൽ പൊക്കിൾ കൊടിയുടെ നീളം 15 സെൻറ്റിമീറ്റർ വരെ മാത്രമേ കാണാറുള്ളൂ. ചില കുഞ്ഞുങ്ങൾക്ക് 100 സെൻറ്റിമീറ്റർ വരെയും കാണാറുണ്ട്. പൊക്കിൾ കൊടിയെ പിടിച്ച് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് കളിക്കുകയും മറിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പൊക്കിൾ കൊടിയുടെ നീളം സാധാരണയേക്കാൾ കൂടുതലായിരുന്നാൽ ചില സമയങ്ങളിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റാറുമുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റുന്നത്. സാധാരണയായി പറഞ്ഞാൽ നമ്മൾ ഷാൾ ഉപയോഗിക്കുമ്പോൾ ഷാൾ മുന്നിൽ നിന്ന് ബാക്കിലേക്ക് കാണുന്നവർക്ക് ഷാൾ കഴുത്തിൽ മുറുകിയതുപോലെ തോന്നും. പക്ഷേ എന്താണ്, പുറകുവശം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒരാൾ കാണുമ്പോൾ അവർക്ക് എന്താണ് അതറിയാൻ സാധിക്കില്ല. ഇതുപോലെയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിലും. കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ മുന്നിലൂടെയോ പുറകിലൂടെയോ ഒക്കെ പൊക്കിൾ കൊടി ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നത് സാധാരണയായി കാണപ്പെടുന്നതാണ്. ഇനി പലർക്കുമുള്ള സംശയമാണ്, ഈ ഒരു പൊക്കിൾ കൊടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നും. തീർച്ചയായിട്ടും ഈ ഒരു പൊക്കിൾ കൊടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് എത്തുന്ന ന്യൂട്രീഷ്യൻസിൻ്റെ അളവ് കുറയും, അതുപോലെ ഓക്സിജൻ സപ്ലൈയും കുറയുന്നതാണ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കും, അതായത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നോർമലായിട്ട് കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയുടെ നീളം ഒരു 50 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ആണ് എങ്കിൽ ഇത് നോർമലാണ്. എന്നാൽ ഇതിൻ്റെ നീളം 15-20 സെൻറ്റിമീറ്ററിനേക്കാൾ കുറവാണ് എങ്കിൽ നോർമൽ ഡെലിവറി നടക്കുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കുഞ്ഞ് ഹെഡ് ഓൺ പൊസിഷനിലേക്ക് വന്നിട്ട് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പൊക്കിൾ കൊടിയുടെ നീളം കുറവായതുകൊണ്ട് തന്നെ കുഞ്ഞിന് താഴേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ പൊക്കിൾ കൊടി ചെറുതാണോ വലുതാണോ എന്ന് കണ്ടുപിടിക്കുന്നതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നോർമലായിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കുഞ്ഞിന് പൊക്കിൾ കൊടിയുടെ നീളം നോർമലായിരിക്കും. ഇനി പലർക്കുമുള്ളൊരു സംശയമാണ്, കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് വേദനിക്കില്ലേ എന്ന്. പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വേദനയും ഉണ്ടാകാറില്ല. ഇതിനുള്ള കാരണം പൊക്കിൾ കൊടിക്കുള്ളിൽ യാതൊരു തരത്തിലുള്ള നെർവ്സുമില്ല. ഈ നെർവ്സ് ഉള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് വേദനിക്കുന്നത്. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ അതും പൊക്കിൾ കൊടിക്കും വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ചിലർക്ക് നോർമൽ ഡെലിവറി നടന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിനുള്ള ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. ബാക്കിയെല്ലാം നോർമലായിരുന്നാലും പൊക്കിൾ കൊടിയുടെ നീളം കുറവായിരുന്നാൽ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്